പഞ്ചാരക്കൊല്ലിയിൽ അവിടെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം കനക്കുകയാണ്. ഇന്ത്യാസ് കരീം വിവരങ്ങളുമായി. ഇന്ത്യാസ്, അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണ്. പ്രിയദർശിനി പ്ലാന്റേഷന് സമീപത്താണ് വനംവകുപ്പിന്റെ ബേസ് ക്യാമ്പ് ഉള്ളത്. ബേസ് ക്യാമ്പിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിന് സമീപത്താണ് നേരത്തെ തർക്കമുണ്ടായത്. ഇപ്പോൾ കൂടുതൽ അകത്തേക്ക് പ്രവേശിച്ചാണോ ഈ പ്രതിഷേധം? പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയ തടസ്സമുണ്ട്. പഞ്ചാരക്കൊല്ലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ബേസ് ക്യാമ്പിൽ പ്രതിഷേധമുണ്ടാകുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി അവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്. CCF-ഉം നോർത്ത് വയനാട് DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അവിടെയാണിപ്പോൾ വലിയ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത്. രാധയെ കടിച്ചു കൊന്ന് വലിച്ചുകൊണ്ടുപോയ കടുവയെ വെടിവെക്കണം, കണ്ടാലുടൻ വെടിവെക്കാനുള്ള ഉത്തരവുണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ആവശ്യം ഇന്നലെയും ഉന്നയിച്ചതാണ്. വലിയ പ്രതിഷേധവും ഉന്തും തള്ളുമൊക്കെ ഇന്നലെയും ഉണ്ടായതാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ഇന്നലെ നന്നേ പാടുപെട്ടു. മന്ത്രി OR കേളു ഉൾപ്പെടെ ഇവിടെ ബേസ് ക്യാമ്പിന് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ ഈ പ്രതിഷേധക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായതിനു ശേഷം അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിനുശേഷം ഈ ബേസ് ക്യാമ്പിന്റെ വരാന്തയിലേക്ക് കയറി അവിടെയും വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാം അനുനയിപ്പിച്ചതിനു ശേഷമാണ് വീണ്ടും ഇവർ തറയിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും എത്തിയിട്ടുള്ളത്. പ്രതിഷേധക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പ്രതിഷേധം തുടരാം എന്നുള്ള രൂപത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. ഈ പ്രതിഷേധം തുടരാൻ തന്നെ തീരുമാനം വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇല്ല, വന്നിട്ടില്ല. അപ്പൊ സംസാരിക്കാൻ അരമണിക്കൂർ കഴിഞ്ഞാൽ എത്തും. ഒരു പട്ടിയെ കണ്ടുവന്ന പട്ടിയെ കാണാനില്ല അതറിയില്ല. പ്രതിഷേധം അവർ തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിൽ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ പ്രശ്നത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു കൃത്യമായ മറുപടി ലഭിക്കാതെ അവരുന്നയിച്ചു, അതായത് വെടിവെച്ച് കൊല്ലണമെന്നാണ് അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുന്നത് വരെ, അത് അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും വരെ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഒരുപക്ഷെ ഈ SOP മാനദണ്ഡമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക്. പക്ഷേ കൂട്ടിൽ കയറിയാൽ പോലും നിങ്ങൾ വെടിവെച്ച് കൊല്ലണമെന്ന് പ്രതിഷേധക്കാർ ശക്തമായി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുൻപിൽ ഒരു മറുപടിയില്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും തൊട്ടപ്പുറത്ത്, അതായത് നേരത്തെ ഈ രാധ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലത്തിന് 200 മീറ്റർ അപ്പുറത്ത് നിന്ന് ഒരു പട്ടിയെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്ന് നേരത്തെ ഒരു സ്ത്രീ ഇവിടെ വന്ന് അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. അത് വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ എന്ന് ചോദിച്ച സമയത്ത് RRT അടക്കമുള്ള സംഘം ഇവിടെ വന്നു പോകുന്നു എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ആ നിയന്ത്രണങ്ങളെ കുറിച്ച് ബോധവൽക്കരണം തരുന്നില്ല. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ, സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ദൃശ്യം കാണിക്കുകയുണ്ട്. അതായത് ഈ മരിച്ച രാധയുടെ വീടിന്റെ സമീപത്തോടുകൂടി ഒരു 6ഓളം കാട്ടുപോത്തുകൾ അതുവഴി നടന്നു പോകുന്നൊരു ദൃശ്യം, അതായത് കഴിഞ്ഞ ഒരാഴ്ച മുൻപത്തെ ദൃശ്യമാണ്. ആ ദൃശ്യം അദ്ദേഹം കാണിക്കുകയുണ്ടായി. അത്തരത്തിൽ ഇവരുടെ വീടിന്റെ സമീപത്തുമായിട്ട് നിരന്തരം കാട്ടുപോത്തുകളും ആനകളും ഒക്കെ വരുന്നു. ഇതിൽ അവർ വളരെ ഭീതിതരാണ്, ഇതിൽ പേടിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കടുവ പോലെയുള്ള മൃഗങ്ങളെത്തി മനുഷ്യരെ അടക്കം ഇത്തരത്തിൽ കൊന്നുപോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആ പ്രതിഷേധമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രതിഷേധം തുടരുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. പക്ഷേ ആളുകൾ പിരിഞ്ഞുപോയിട്ടില്ല. അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണ്. ബേസ് ക്യാമ്പിൽ വന്ന് പ്രതിഷേധിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞുകൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ നടക്കുന്നത്.